CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനംവകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കാഞ്ഞിരക്കോട് സ്വദേശി മിഥുന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കുടുംബാംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും ആവശ്യം. അടുത്ത സംസ്ഥാന സർക്കാർ BJP-യുടേതാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന കലുങ്ക് ചർച്ചയിലാണ് പരാമർശം. സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുത്തു നൽകിയാൽ തീരദേശ റെയിൽവേ പദ്ധതി നടപ്പിലാക്കുമെന്നും സുരേഷ് ഗോപി. തൃശൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ TK ശിവശങ്കരൻ അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. ചാവക്കാട് വീടിനുള്ളിലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇരട്ടപ്പുഴ കല്ലിപ്പറമ്പിൽ ഷഹർബാനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജാണ് ഞായറാഴ്ച പുലർച്ചെ പൊട്ടിത്തെറിച്ചത്. ചിറ്റണ്ട തൃക്കണപതിയാരം സെന്ററിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് പരിക്കേറ്റു. മലപ്പുറം സ്വദേശി പുത്തൻതൊടി വീട്ടിൽ 31 വയസ്സുള്ള വിഷ്ണു വിവേകിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോർക്കുളം തിരുത്തിക്കാട് സംഘടിച്ചെത്തി ആക്രമണം നടത്തിയവരെ പോലീസ് പിടികൂടി. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ഇരുവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. KSKTU വേലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ്, ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തി ആത്മാഭിമാന സംഗമം നടത്തി. കോൺഗ്രസും BJP-യും എത്ര തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചാലും വികസന പദ്ധതികളുമായി LDF മുന്നോട്ടു പോകുമെന്ന് KK രാമചന്ദ്രൻ MLA. LDF സംഘടിപ്പിച്ച ഗുരുവായൂർ മുനിസിപ്പൽ തല വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണലൂർ റിലീഫ് ചാരിറ്റബിൾ സൊസൈറ്റിയും തൃശൂർ ആര്യ കണ്ണാശുപത്രിയും ചേർന്ന് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന ഗ്യാലറിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സൗരോർജ്ജ വിളക്കുകൾ വിതരണം ചെയ്തു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. LDF ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 3 ദിവസം നീണ്ടുനിന്ന വികസന സന്ദേശ ജാഥ സമാപിച്ചു. ജൈവകൃഷിയിലൂടെ നൂറുമേനി കൊയ്യാൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഹരിത ഓർഗാനിക് ഫാമിംഗ് മേഖലയാക്കി മാറ്റി ജൈവകൃഷി തുടങ്ങിയതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. 2024-25 സമസ്ത പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ എരുമപ്പെട്ടി മഹല്ല് UAE പ്രവാസി കമ്മിറ്റി ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.